ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് കേട്ടോ ഈ പഴം നിറച്ചത്. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും അതങ്ങനെ ശരിയായി വരാറില്ല. ഒന്നല്ലെങ്കിൽ കരിഞ്ഞ് പോവും, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആയി തീരും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ ഇത് വലിയ പണിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാൽ നന്നായിട്ട് വരികയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ 4 പഴം എടുത്തിട്ടുണ്ടെങ്കിലും 3 എണ്ണമാണ് എടുക്കുന്നത്, ഒരെണ്ണം മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 3 പഴം എടുക്കണം. ഞങ്ങളിപ്പോൾ ഇവിടെ 4 ആളുണ്ട്, അപ്പോൾ അത് കാരണം എന്തായാലും 3 പഴം വേണം. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി നാളികേരമാണ്, അത് ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അവിൽ, കുറച്ച് മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ വേണ്ടത് എള്ളാണ് കേട്ടോ. എള്ള് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ എള്ള് കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലൊരാൾ കോഴിമുട്ട കഴിക്കാത്തതുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കുള്ള സ്പെഷ്യൽ മാറ്റി വെക്കുന്നുണ്ട്. ഉമ്മയുടെ അനിയത്തിയാണ്, അനിയത്തി കോഴിമുട്ട കഴിക്കില്ല. അപ്പോൾ ആൾക്കുള്ളത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 രീതിക്കും ഇതിലുണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ പഴം നിറച്ചിരുന്നത് ഒരു പഴം അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാനും പിന്നെ അതൊന്ന് പൊരിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തു, അതിൻ്റെ നടു ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ഇതാക്കി കൊടുക്കട്ടെ, പുറത്തേക്ക് വരരുത്. ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് താത്തി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ നടു പൊളിച്ചെടുക്കരുത് കേട്ടോ. ഒന്ന് കുറച്ചിങ്ങോട്ട് ഒന്ന് ഇതാക്കി കണ്ടില്ലേ, അപ്പുറത്തേക്ക് ആയി പോവരുത്. നമ്മളതിൻ്റെ ആ ഒരു വരട്ട് കൊടുക്കുന്നത് അതിൻ്റെ അടിയിലേക്കായിട്ട് പോവരുത്, കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്താലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്സ് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ പുറത്തേക്ക് പോരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഇതാക്കിയിട്ട് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. അപ്പോൾ പഴമൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. ഇനി അതൊന്ന് ചൂടായതിൻ്റെ ശേഷം നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ അങ്ങനെ നെയ്യ് വലിയതായിട്ട് ഇഷ്ടമല്ല, അത് കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വെളിച്ചെണ്ണ അതോ നെയ്യോ എന്താ വേണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പഴം ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ അതൊന്ന് വേവിച്ചെടുക്കണം. അല്ലാതെ നമ്മൾ പഴം പുഴുങ്ങിയിട്ടൊന്നല്ല അത് ഉണ്ടാക്കിയെടുക്കണത്. ഞാൻ വീണ്ടും പറയണു, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അല്ല, ഇത് കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അറിയും, ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ 2 സൈഡും മാറ്റി മറിച്ച് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. 2 സൈഡും വെന്ത് വരണം. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമും വേണ്ട, സിമ്മിലാക്കി വെക്കും വേണ്ട. നമുക്ക് മീഡിയത്തിൽ വെച്ചിട്ട് ഇതൊന്ന് മുരിപ്പിച്ചിട്ട് എടുക്കാം. പഴമായതുകൊണ്ട് വേഗം തന്നെ ആയി വരും കേട്ടോ. അപ്പോൾ 2 സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്നാവണം. അപ്പോൾ ഒരു സൈഡ് ആവാത്തതും കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളർ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ഇത് മറിച്ചിടുന്നതിന് കണക്കൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ബ്രൗൺ കളർ ആവുക നമുക്കറിയാമല്ലോ, കരിഞ്ഞ് പോയരുത്. അത് വേവണ വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒരേ ഭാഗം ഇങ്ങനെ മുരിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ അതിലത്തെ 2-3 ആയിട്ടുണ്ട്, ഒരെണ്ണം മാത്രം ആയിട്ടില്ല. അപ്പോൾ ആ ഭാഗം കൂടി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതായത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ അങ്ങനെ കുടിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഓയിൽ വെളിച്ചെണ്ണൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോൾ പഴം പുഴുങ്ങിയിട്ട് അങ്ങനെയൊക്കെ കഴിച്ചോളൂ. ഇത് ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടും പിന്നെ ഞങ്ങൾക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി 2 പഴം കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മയുടെ അനിയത്തിക്ക് ഈ മുട്ട ഉള്ളത് പറ്റില്ല, അപ്പോൾ കുഞ്ഞുമാക്ക് വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ 2 പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുത്തി വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടി മുരിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ അതും കൂടി കോരി എടുത്തിട്ടുണ്ട്. എണ്ണൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച അത്ര തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഇത്ര അധികം വെളിച്ചെണ്ണ നമുക്ക് വേണ്ട. അപ്പോൾ ഇന്ന് കുറച്ച് കോരി എടുത്തിട്ട് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ചെറുതാക്കി മുറിച്ചെടുത്തോളൂ. ഞാൻ നമ്മുടെ ഇടിക്കല്ലുണ്ടല്ലോ, ഉള്ളിമുളക് കൂത്തുന്നത്, അത് വെച്ചിട്ട് ഒന്ന് ചതച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഇനി ചെറിയ പീസായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി കരിഞ്ഞ് പോവരുത് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമ്മൾ അവിലൊക്കെ വിളയിക്കാൻ വേണ്ടിയിട്ട് വെക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് അവിൽ വിളയിച്ചതായിട്ടും കഴിക്കുക. അപ്പോൾ കുറച്ച് വെള്ള അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അവിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കാറുണ്ട്, അത് കാരണം വെള്ള അവിലാണ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ അവിലിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ശേഷം ഇനി നമുക്ക് നാളികേരം കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു അരമുറിയാണ് കേട്ടോ നാളികേരം ചെറുകിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക, കുറവാണെങ്കിൽ കുറവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരണമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ചധികം കാണിക്കണമല്ലോ. അപ്പോൾ അത് കാരണമാണ് കേട്ടോ. നമുക്ക് ഈ 4 പഴത്തിന് ഇത്ര അധികം ഒന്നും വേണ്ട. പിന്നെ ഇത് ഉമ്മാക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ഇനി കുറച്ച് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ നെയ്യല്ല, ആ ഒരു വെളിച്ചെണ്ണ നമ്മൾ മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരത്തിന് പഞ്ചസാര. അപ്പോൾ ഞാൻ വളരെ കുറച്ച് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. പഴം മധുരമുണ്ട്, പിന്നെ ഇതും കൂടി നല്ല മധുരമായി നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ വേഗം നമുക്ക് ഇഷ്ടമില്ലാത്ത പോലെ ആവും.
അത് കാരണമാണ് മധുരം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മധുരം ഇട്ട് കൊടുത്തോളൂ. പിന്നെ അത് ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചാൽ അപ്പോൾ അതിലും കുറച്ചും കൂടി മധുരം ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത്. എന്നിട്ട് എനിക്ക് മധുരം വലിയതായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ 1-2 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എള്ളാണ്. എള്ളൊരു നിർബന്ധമില്ല കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം എള്ള് ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോഴേ എള്ളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ ഇഷ്ടത്തിന് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി ഉണ്ടല്ലോ, നിലക്കടല, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടായാലും അതിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ആദ്യത്തേത് നമ്മളെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കുഞ്ഞുമാക്ക് മാറ്റി വെക്കണം. ഞാൻ പറഞ്ഞല്ലോ മുട്ട കഴിക്കില്ല എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ മുന്നേ മുഴുവനായിട്ട് കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചല്ല, എല്ലാം കൂടി ഇങ്ങോട്ട് കോരിയെടുക്കുകയാണ്. അപ്പോൾ അതാ ഇതുപോലെ ആയാൽ നമുക്കിതിങ്ങനെ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുപോലെ അവിലൊക്കെ വിളയിച്ച് കഴിച്ച് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഇതിലെടുത്തിട്ട് കഴിച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ്. ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു മുട്ടയിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയും ചെയ്ത് ഇതിൽ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ആ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി പിടിച്ചെടുക്കുക. ഇനി ഇത് പല രീതിക്കും വെക്കും കേട്ടോ. നമ്മൾ നാളികേരം പിന്നെ ഈ മുട്ടക്കൂട്ടും വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുക, അവിൽ വേണ്ട. അങ്ങനെ നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് എല്ലാം കൂടിയിട്ടായിട്ട് കഴിക്കാനാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ അതാ ആ മുട്ട ചിക്കി പിടിച്ചതിലേക്ക് നമ്മൾ മുന്നേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെയാണ് ആയേക്കണത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പണി കഴിഞ്ഞു കേട്ടോ. ഇനി പഴത്തിൽ നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാറിക്കോട്ടെ, നല്ല ചൂട് കൊടുക്കണ എടുക്കണ്ട. അപ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് നിറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പഴത്തിൽ നിറയ്ക്കാതെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെയും കഴിക്കട്ടെ. മക്കൾക്കൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാനും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. നാശാവൊന്നുമില്ലല്ലോ. രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം അവർക്ക് കൊടുക്കാനും പറ്റും. ഇതാ നമ്മൾ മുരിപ്പിച്ചെടുത്ത പഴം ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കുക. അതിൽ നമ്മൾ മുന്നേ ഒരു വരട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ നടുവിൽ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട്. അത് ഇതാ കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മളത് പൊരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ആക്കിയാലാണ് ഇത് നമുക്ക് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് വെന്തതിൻ്റെ ശേഷം ഇങ്ങനെ വരഞ്ഞ് കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ട് കിട്ടില്ല, ചിലപ്പോൾ അതിങ്ങനെ കുഴഞ്ഞു പോലെ പോയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുന്നേ തന്നെ അത് വരഞ്ഞിട്ട് മുരിപ്പിച്ചെടുത്തത്. അപ്പോൾ അതിൽ എത്രത്തോളം കൊള്ളും അത്രത്തോളം ആക്കി കൊടുക്കാട്ട്. കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ സൗകര്യം പോലെ അതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഈ ഒരു കൂട്ടും ഈ ഒരു പഴം കൂടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിൽ എത്രത്തോളം കൊള്ളാൻ പറ്റും അത്രത്തോളം നമ്മൾ ആക്കി കൊടുക്കുന്നത്. കൈ വെച്ചിട്ടൊന്ന് കണ്ടില്ല, ഇതുപോലൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. ഇനി അതിലത്തെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, 1 സ്പൂൺ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് 1 സ്പൂണോ 1.5 സ്പൂണോ 2 എത്ര വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. അതിൽ കൊള്ളണ വരെ നമുക്ക് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. പുറത്തേക്കൊന്നും വരില്ല, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് പെട്ടെന്ന് വിരുന്നേരമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ പഴവും അവിലൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇനി അവിൽ വേണ്ട, മുട്ടയായാലും നാളികേരമായാലും എന്താ ഉള്ളത് ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക. എന്നിട്ട് മക്കൾക്കും വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് നല്ലതാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നിനും കിട്ടില്ല അല്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ വന്ന് പറയണേ. ഇനി ഇതുപോലെ തന്നെ എല്ലാ പഴത്തിലും നിറച്ച് കൊടുക്കുക. അപ്പോൾ മോനിത് കഴിക്കില്ല കേട്ടോ, മോനിക്കിത് ഇഷ്ടമില്ല. അവർക്ക് പഴം ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഷോർട്സ് ആക്കിയിട്ടിടാം കേട്ടോ. അപ്പോൾ വേണ്ട ഒരു ഷോർട്സിൽ കണ്ടാൽ മതി. ആ ഒരു പഴം റോസ്റ്റ് ഉണ്ടാക്കാനും എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവണ ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ അടുത്തായിട്ട് തന്നെ ഷോർട്സ് ആക്കിയിട്ട് ഇടാം. അപ്പോൾ അതാ എല്ലാ പഴം നിറക്കലും കഴിഞ്ഞത് അവസാനത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഫില്ലിങ് ബാക്കിയുണ്ട്, ഞാൻ മുന്നേ തന്നെ പറഞ്ഞുല്ലോ. നമ്മളിത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ലതാണെന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ വീണ്ടും പറയണു, എല്ലാവരും ഉണ്ടാക്കണ പോലെ ആവില്ല. അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് മാറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഒരേ രുചിയിലല്ലല്ലോ, പല രുചിയിലും ഭക്ഷണങ്ങൾ കഴിച്ച് നോക്കണ്ടേ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് അറിയണ രീതി എന്താണെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ. എന്തായാലും ഇത് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കി വെക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ഒന്ന് ചെയ്തോളൂ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.